ഇന്ന് കേരളത്തിൽ അനേകം ആൾക്കാർ, യുവതി യുവാക്കന്മാർ പ്രത്യേകിച്ച് ജയിലുകളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റുമാരായി നിന്നതിൻ്റെ പേര് പിടിക്കപ്പെട്ടു. ഇനി ഒരു പാസ്പോർട്ട് പോലും എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കിയാൽ അവരെന്തായാലും ഒരു പോലീസ് വെരിഫിക്കേഷൻ നേരിടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളുടെയൊക്കെ ഭാവിക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഇത് വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അനേകം കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീരിലാണ്, മാതാപിതാക്കൾ കണ്ണുനീരിലാണ്, കുടുംബാംഗങ്ങൾ കണ്ണുനീരിലാണ്. കാരണം അവരുടെ മക്കളാണ് ഈ പിടിക്കപ്പെട്ടവരൊക്കെ. പക്ഷേ ഇന്ന് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇനി കുറഞ്ഞു വരികയാണ്. അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. പക്ഷെ എന്തായാലും അതിൻ്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. ഭാവിയിൽ നമ്മുടെ മക്കളൊക്കെ ഇനി കൂടുതൽ സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളൊക്കെ കൂടുതൽ സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ അനേകം കുടുംബങ്ങൾ കണ്ണുനീരിലായതുകൊണ്ട് അവിടെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മുടെ മക്കളൊക്കെ എവിടെ വെച്ചാണ് വഴിവെച്ചു പോയത്? എവിടെയാണ് അവർക്ക് വഴിതെറ്റിപ്പോയത്? ഈ കഞ്ചാവും മയക്കുമരുന്നും ഇങ്ങനെയുള്ള MDMA സാധനങ്ങളൊക്കെ കൊടുത്തത് മാതാപിതാക്കളല്ല, സഹോദരങ്ങളല്ല, ഇത് കൊടുത്ത ബന്ധുമിത്രാദികളായിരിക്കുകയല്ല. ഇത് കൊടുത്തത് മുഴുവൻ കൂട്ടുകാരാണ്. കൂട്ടുകെട്ട് അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളാണ് ഇവരെ വഴിതെറ്റിച്ചത്. കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, മക്കളുടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സാത്താൻ ഉപയോഗിക്കുന്ന വലിയൊരു കെണിയാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ആഴപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പല കാര്യങ്ങളോടും നോ പറയാൻ പറ്റിയില്ല. പിന്നെ ആ സുഹൃത്ത് ബന്ധം തന്നെ ഒഴിവാക്കാനായിട്ട് അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ നോ പറയാൻ പറ്റാത്തതോടുകൂടി പല മക്കളും കെണിയിലേക്ക് പോയി. ഇനി അങ്ങോട്ട് കണ്ണുനീരൊഴുക്കിയിട്ടൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. പക്ഷേ വരും തലമുറയ്ക്ക് ഇതൊരു പാഠമാണ്. നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട വലിയൊരു ബോധ്യമുണ്ട്. മാതാപിതാക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവർക്ക് കൊടുക്കേണ്ട വലിയൊരു ബോധ്യം, അവർക്ക് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല. അവർക്ക് പഠിക്കാനുള്ള അറിവ് പകർന്നു കൊടുക്കുന്ന നല്ല നല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ അവരെ വിടുക എന്നുള്ളതല്ല. അതെല്ലാം കൊടുക്കണം. വിദ്യാഭ്യാസം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അവർ വളർത്തണം. പക്ഷെ അതിലുപരി ഈ മക്കൾക്ക് ഏറ്റവും ചെറുപ്പം മുതലേ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, അവരുടെ ഭാവി തകരാതിരിക്കാൻ, അവരുടെ ജീവിതം തകരാതിരിക്കാൻ, അവർ പാപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തിന് ആഴമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അത് ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ അതിന് ആഴമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ആത്മീയതയിലുണ്ട്, ഭൗതിക മേഖലയിലുണ്ട്, വ്യക്തിപരമായിട്ടുള്ള മേഖലയിലുണ്ട്, നല്ല നല്ല ബന്ധങ്ങളുടെ മേഖലയിലുണ്ട്. അങ്ങനെ ഒത്തിരി ആഴമായിട്ടുള്ള വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ ഉള്ള ഒരു വാക്കാണ് ജ്ഞാനം, വിസ്ഡം എന്ന് പറയുന്നത്. ഇത് മക്കൾക്ക് കൊടുത്തിരിക്കണം, ചെറുപ്പം മുതലേ കൊടുത്തിരിക്കണം. ഈ ജ്ഞാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ജ്ഞാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം? ഒരു കൊച്ചിനെ പഠിക്കാനായിട്ട് പുറത്തേക്ക് വിടുമ്പോൾ, LKG വിടുമ്പോൾ, UKG വിടുമ്പോൾ അവിടുന്ന് കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം. ജ്ഞാനം ചെറുപ്പം മുതലേ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് വളരുമ്പോഴും വാർദ്ധക്യത്തിലും എപ്പോഴും എല്ലാ കാലത്തും ഒരു അനുഗ്രഹമായിട്ട് മാറിയുള്ളൂ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 18-ാം തിരുലിഖിതത്തിൽ വചനപ്രകാരം പറയുന്നത്, മകനെ നീ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക, വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. കുറെ ഭക്ഷണവും വിദ്യാഭ്യാസവും അല്ല, അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വഴിപഴിച്ചു പോവും, തിന്മയിൽ പെട്ടുപോകും. പിന്നീട് അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10, 25, 30 വയസ്സായി കഴിയുമ്പോൾ പിന്നീട് കണ്ണുനീരൊഴുക്കിയിട്ട് കാര്യമില്ല. അവർ കണ്ണുനീരൊഴുക്കിയിട്ടും കാര്യമില്ല, മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കിയിട്ടും കാര്യമില്ല. വളരെ നേരത്തെ തന്നെ, ചെറുപ്പത്തിൽ തന്നെ LKG UKG ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോഴേ തന്നെ ജ്ഞാനം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്? ജ്ഞാനത്തിന് ഞാൻ പറഞ്ഞ പോലെ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. അതെന്താണെന്നറിയാമോ? ഡിസേൺമെൻറ്റ്. തെറ്റ് ഏതാണെന്നും ശരി ഏതാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, ഒരു പ്രത്യേക പവർ, ജ്ഞാനത്തിൻ്റെ ഒരു അർത്ഥമാണിത്. ഈ ഒരു അർത്ഥം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ കൊടുക്കണം. ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്തിൻ്റെ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത് മാതാപിതാക്കൾ ജ്ഞാനത്തിൽ വളരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിലേ ആ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാതാപിതാക്കൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും ഈ ലോകത്തിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന്. കൂട്ടുകെട്ടുകൾ വരുമ്പോൾ, സുഹൃത്തുക്കൾ വരുമ്പോൾ, ആ കുഞ്ഞുങ്ങൾ ക്ലാസ്സിലായിരിക്കുമ്പോൾ, ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അവർ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പല പല ബന്ധങ്ങളിൽ
അല്ലെങ്കിൽ അവർ പല പല സമ്പർക്കങ്ങളിലായിരിക്കുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, കളിക്കാൻ പോകുമ്പോൾ, മറ്റെല്ലാ സ്ഥലങ്ങളിലും അവിടെയൊക്കെ എന്നൊക്കെ ആയാലും എല്ലായിടത്തും കുറച്ചൊക്കെ തിന്മകളുണ്ടാവും. ഇതൊക്കെ കുഞ്ഞിനെ ചെറുപ്പം മുതലേ കണ്ടുപിടിച്ച് അതിനെ മനസ്സിലാക്കുവാനും, അതിനെ മനസ്സിലാക്കിയ ശേഷം അതിനോട് നോ എന്ന് പറയുവാനും, ഏതാണ് നല്ലതെങ്കിൽ അതിനോട് യെസ് എന്ന് പറയാനും, അത് ശരിയാണെന്ന് പറയാനും കുഞ്ഞിനെ ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അതുങ്ങൾക്ക് ബോധ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ ആ കൊച്ചിന് നോ പറയാൻ പറ്റും. ഒരു തിന്മയോട് ആദ്യം നോ പറഞ്ഞാലേ ആ തിന്മ നമ്മളിന്ന് വിട്ടുപോകുകയുള്ളൂ. ഒരു തിന്മയോട് ആദ്യം നോ പറയണം, എന്നാൽ ആ തിന്മ നമ്മളിന്ന് മാറിപ്പോകുള്ളൂ. ഒരു തിന്മയോട് നോ പറയാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ ആ തിന്മ പയ്യെ ആ കുഞ്ഞിൽ ആധിപത്യം പുലർത്തും. ഈ മയക്കുമരുന്നും കഞ്ചാവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് വന്നതല്ല. ഒരു മുട്ടായി കൊടുക്കുന്നത് പോലെ, ഒരു സ്വീറ്റ് കൊടുക്കുന്ന പോലെ പെട്ടെന്നൊന്നും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ശക്തമായ കൂട്ടുകെട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം പിശാച് നേരത്തെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ ഈ സുഹൃത്ത് ബന്ധത്തിലൂടെയാണ് പിന്നെ വഴിതെറ്റൽ വന്നത്. പിന്നെ ഈ സുഹൃത്തുക്കളോടൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് നോ പറയാൻ പറ്റിയില്ല. തെറ്റിനോട് നോ പറയാൻ പറ്റിയില്ല, ശരിയോട് യെസ് പറയാനും പറ്റിയില്ല. സുഹൃത്ത് ബന്ധം എത്ര ആഴപ്പെട്ടതായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, എത്രമാത്രം വിലപിടിപ്പുള്ളതായിക്കോട്ടെ, ആ സുഹൃത്ത് ബന്ധത്തോട് നോ പറയാൻ, ശക്തമായും ധൈര്യമായും നോ പറയുവാൻ, അത് പറയാനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാതെ പോയതുകൊണ്ട് പിന്നെ വലിയ വലിയ കെണികളിലേക്ക് അവർ പോയി. അപ്പം അത് ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, വളരെ ചെറുപ്പം മുതലേ. എങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴും ശക്തമായും ധീരമായും ധൈര്യത്തോടെയും പല കാര്യത്തോടും, മയക്കുമരുന്നിനോടും കഞ്ചാവിനോടും MDMA ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോ പറയാനായിട്ട് പറ്റുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 2:52 എടുത്ത് നോക്കിയേ. ഈശോയുടെ ചെറുപ്പത്തിൽ ഈശോ എങ്ങനെയാണ് വളർന്നത്? അവൻ ജ്ഞാനത്തിലും പ്രായത്തിൽ മാത്രമല്ല, കുറെ ഭക്ഷണം കൊടുത്തുകൊണ്ട് മാത്രമല്ല ഈശോയെ മാതാവും യോസേപ്പ് പിതാവും വളർത്തിയത്. ഈശോയെ ജ്ഞാനത്തിൽ വളർത്താനായിട്ട് അവർ പ്രത്യേകം പരിശീലിപ്പിച്ചു. യഹോവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഈശോയെ ജ്ഞാനത്തിൽ വളർത്തി. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയ ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിൽ എത്ര വലിയ പ്രഭുക്കന്മാരായാലും, അതായത് ഫരിസേയര്, സദുക്കേയര്, എത്ര വലിയ ആൾക്കാരായാലും അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ തെറ്റാന്ന് പറയാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ഇതാണ് ഞാനെന്ന് പറയുന്നത്. തെറ്റുള്ളവർക്ക് തെറ്റാണെന്നും ശരിയുള്ളവർക്ക് ശരിയാണെന്നും പറഞ്ഞ് ശരിയിലേക്ക് ജീവിക്കുവാൻ, നല്ലതിലേക്ക് ജീവിക്കുവാൻ നമ്മുടെ മക്കളെ നേരത്തെ തന്നെ പഠിപ്പിക്കണം. 14, 15, 25 വയസ്സായ ശേഷം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറത്തില്ല. ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. ചെറുപ്പം മുതലേ ജ്ഞാനം കൊടുക്കുക. ജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ അവർ വളർന്ന് വലുതാകുമ്പോൾ അവർ ജ്ഞാനത്തിൽ ജീവിക്കും. അവരെ ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യം വരില്ല, ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യം വരില്ല. ഓർക്കുക, നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് നമ്മൾ റിമോട്ടും മൊബൈൽ ഫോണും മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഇത് മാത്രം നമ്മൾ കൊടുക്കുന്നത്. അതിലുപരി അവരുടെ കൂടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മകളെക്കുറിച്ചും ലോകത്തിൻ്റെതായിട്ടുള്ള നന്മകളെക്കുറിച്ചും സംസാരിക്കണം. അങ്ങനെയൊരു സംഭാഷണങ്ങൾ, അങ്ങനെയുള്ള കോൺവെർസേഷൻസ് അതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം. നല്ലതേതാണെന്നും തിന്മ ഏതാണെന്നും സംസാരിക്കുന്ന സംഭാഷണങ്ങൾ. ആ സംഭാഷണത്തിനാണ് ശരിക്കും ജ്ഞാനമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട്. മയക്കുമരുന്നിനും കഞ്ചാവിനും MDMAയ്ക്കും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് ആ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈശോയുടെ ആശീർവാദം പ്രത്യേകം സ്വീകരിക്കാം.